എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ മഹാജനപദങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ ഈ മഹാജനപദങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മഹാജനപദങ്ങളെ കുറിച്ച് നമുക്കിന്ന് പഠിച്ചാലോ? വേദകാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 16 മഹാജനപദങ്ങൾ നിലനിന്നിരുന്നു. അപ്പൊ മഹാജനപദങ്ങൾ എന്താണ്, അവയുടെ സവിശേഷത എന്താണ് എന്നൊക്കെ പഠിക്കുന്നതിന് മുമ്പ് മഹാജനപദങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് അറിയണ്ടേ? നാടോടികളായിട്ടുള്ള ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് ആഗമനം ചെയ്തതോടുകൂടിയാണ് മഹാജനപദങ്ങൾ രൂപപ്പെട്ടത്. നാടോടികളായിരുന്ന ആര്യന്മാർ ഒരു കാർഷിക സമൂഹത്തിലേക്ക്, സ്ഥിരവാസമുള്ള കാർഷിക സമൂഹത്തിലേക്ക് മാറിയതോടുകൂടി അവർ വസിച്ചിരുന്ന പ്രദേശങ്ങളെ പിൽക്കാലത്ത് ജനപദങ്ങൾ എന്ന് അറിയാനായിട്ട് തുടങ്ങി. അപ്പൊ ആര്യന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് ഉൾപ്പെടുന്ന ഒരു ചെറിയ വീഡിയോ നമുക്ക് കണ്ടാലോ? BCE 2000 ആണ്ടിൽ കിഴക്കൻ യൂറോപ്പിലെ പോളണ്ട് മുതൽ മധ്യേഷ്യ വരെയുള്ള പുൽപ്രദേശത്തു നിന്നും ഇറാൻ, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗമായ സപ്ത സൈന്ധവ പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന നാടോടികളായ ഇടയന്മാരായിരുന്നു ആര്യന്മാർ. BC 1000 സപ്ത സൈന്ധവ പ്രദേശത്തു നിന്നും ആര്യന്മാർ ഗംഗാ സമതലത്തിലേക്ക് വ്യാപിക്കുവാൻ തുടങ്ങി. ഗംഗാ സമതലത്തിലെത്തിയ ആര്യന്മാർ ഇരുമ്പായുധങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്തു. കൃഷിയുടെ വ്യാപനത്തോടെ ആര്യന്മാർ സ്ഥിരവാസമുള്ള കാർഷിക സമൂഹമായി മാറുകയും പിൽക്കാലത്ത് അവിടെ കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളും ഉയർന്നു വരികയും നാണയങ്ങളുടെ കൈമാറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? ആര്യന്മാരുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലായല്ലോ. അടുത്ത നമുക്ക് മഹാജനപദങ്ങൾ എന്താണെന്ന് നോക്കാം. പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്ന 16 രാജഭരണ പ്രദേശങ്ങളായിരുന്നു മഹാജനപദങ്ങൾ. വേദകാലഘട്ടത്തിൽ സ്ഥാപിതമായ മഹാജനപദങ്ങൾ വിവിധ ഗോത്രങ്ങളുടെ സ്ഥിരവാസ സ്ഥലങ്ങളായി മാറി. ഇനി എന്താണ് ജനപദം എന്ന വാക്കിന്റെ അർത്ഥം? ജനപദം എന്നാൽ ജനങ്ങളുടെ പാദം പതിഞ്ഞ സ്ഥലം എന്നാണ്. കൃഷിയുടെ വികാസത്തോടെ ആര്യന്മാർ നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുവാനായി തുടങ്ങി. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ഇത്തരത്തിലുള്ള ജനപദങ്ങൾ കൂടിച്ചേർന്ന് പിൽക്കാലത്ത് മഹാജനപദങ്ങളായി മാറുകയും ചെയ്തു. ഇനി നമുക്ക് മഹാജനപദങ്ങളിലെ ഭരണരീതിയെക്കുറിച്ച് നോക്കിയാലോ? മഹാജനപദങ്ങളിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഭരണരീതിയായിരുന്നു നിലനിന്നിരുന്നത്. ഒന്ന് രാജവാഴ്ച, 2 ഗണസംഘ ഭരണം. രാജവാഴ്ച എന്നാൽ രാജാവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സൈന്യവും ചേർന്ന് രാജഭരണം മുന്നോട്ട് വെക്കുന്നതിനെയാണ് രാജവാഴ്ച എന്നറിയപ്പെടുന്നത്. ഗണസംഘ ഭരണം എന്നാൽ ഗോത്രങ്ങളുടെയോ ഗോത്ര തലവന്മാരുടെയോ സംഘത്തെയാണ് ഗണസംഘം എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള ഗണസംഘങ്ങൾ പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണം മുന്നോട്ട് വെച്ചിരുന്നത്. ഹിമാലയ പർവ്വതത്തിനോടടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലായിരുന്നു ഗണസംഘ ഭരണം നിലനിന്നിരുന്നത്. ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിലായിരുന്നു കൂടുതലും രാജവാഴ്ച നിലനിന്നിരുന്നത്. അപ്പം മഹാജനപദങ്ങളിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഭരണരീതിയായിരുന്നു നിലനിന്നിരുന്നത്. ഒന്ന് രാജവാഴ്ചയും മറ്റൊന്ന് ഗണസംഘ ഭരണവും. രാജവാഴ്ച കൂടുതലും നിലനിന്നിരുന്നത് ഗംഗാ സമതല പ്രദേശങ്ങളിലെ മഹാജനപദങ്ങളിലും അതുപോലെ തന്നെ ഗണസംഘ ഭരണം നിലനിന്നിരുന്നത് ഹിമാലയ പർവ്വതത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ 16 മഹാജനപദങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭൂപടത്തിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. ശ്രദ്ധിച്ചു നോക്കുക. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്ന പ്രധാന 16 മഹാജനപദങ്ങൾ എന്ന് പറയുന്നത് അംഗം, മഗധ, വജ്ജി, മല്ല, കാശി, കോസലം, വത്സ, ഛേദി, കുരു, പാഞ്ചാലം, സുരസേന, മത്സ്യ, അവന്തി, അസ്മകം, ഗാന്ധാരം, കമ്പോജം എന്നിവയായിരുന്നു. ഈ 16 മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മഗധയെക്കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ മഗധയുടെ മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിട്ട് മാറുവാൻ മഗധയെ സഹായിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം അല്ലെങ്കിൽ മഗധയുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതയാണ്. മഗധയുടെ വടക്ക് ഭാഗത്ത് ഗംഗയും പടിഞ്ഞാറ് ഭാഗത്ത് സോൺ നദിയും തെക്ക് ഭാഗത്ത് വിന്ധ്യ പർവ്വതവും കിഴക്ക് ഭാഗത്ത് ചാമ്പ നദിയും അതിർത്തികൾ പങ്കിട്ടിരുന്നു. ഇത്
പ്രകൃതിദത്തമായിട്ടുള്ളൊരു സംരക്ഷണം, ഒരു കവചം തന്നെ മഗധയ്ക്ക് ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണത്തിൽ നിന്നും ചെറുത്ത് നിൽക്കാനായിട്ട് മഗധയ്ക്ക് സാധിക്കുകയും ചെയ്തു. 5 മലകൾ ഒരു കോട്ട പോലെ സംരക്ഷിച്ചിരുന്ന രാജഗൃഹമായിരുന്നു മഗധയുടെ ആദ്യ തലസ്ഥാനം. അപ്പം മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത് മഗധയായിരുന്നു. അതിനെ സഹായിച്ചത് ഒരു പ്രധാനപ്പെട്ട ഘടകം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതയാണ്. അത് മാത്രമാണോ മഗധയെ ഒരു പ്രധാനപ്പെട്ട ശക്തമായിട്ടുള്ള മഹാജനപദമായി ഉയർന്നു വരുവാൻ സഹായിച്ച ഘടകം? അല്ല, മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ? മഗധയ്ക്ക് ശക്തമായ മഹാജനപദം എന്ന പദവി നേടിക്കൊടുത്ത ഘടകങ്ങളിൽ ഒന്നാമത്തേതാണ് ഗംഗയുടെയും അവയുടെ പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ഠമാക്കി എന്നുള്ളത്. രണ്ടാമത്തെ ഘടകമാണ് ഇരുമ്പയിരിന്റെ സാന്നിധ്യം. ഇരുമ്പയിരിന്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കുവാൻ സഹായിച്ചു. മൂന്നാമത്തെ ഘടകമാണ് വാണിജ്യ ആവശ്യത്തിനുള്ള വഞ്ചികൾ പണിതു എന്നുള്ളത്. ഗംഗാ സമതലത്തിലെ വനങ്ങളിലെ മരങ്ങൾ ഉപയോഗിച്ചാണ് വാണിജ്യ ആവശ്യത്തിനുള്ള വഞ്ചികൾ പണിതത്. അടുത്ത ഘടകമാണ് കാർഷിക വാണിജ്യ പുരോഗതി. മറ്റൊരു ഘടകമാണ് നദീജല ഗതാഗതം. ഇത്തരത്തിൽ നദീജലത്തിലൂടെ ഗതാഗതം നടത്തുവാനായിട്ട് അവര് വഞ്ചികളാണ് ഉപയോഗിച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ശക്തരായ ഭരണാധികാരികളും സുശക്തമായിട്ടുള്ള സൈന്യവും. അപ്പം മഗധയെ ശക്തമായ മഹാജനപദമാക്കി മാറ്റുവാൻ ചില ഘടകങ്ങൾ സഹായിച്ചു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത, ഗംഗയുടെ പോഷക നദികളുടെയും സാന്നിധ്യം, ഇരുമ്പയിരിന്റെ നിക്ഷേപം, കാർഷിക വാണിജ്യ പുരോഗതി, നദീജല ഗതാഗതം, ശക്തരായ ഭരണാധികാരികൾ, സുശക്തമായിട്ടുള്ള സൈന്യം എന്നിവയാണ്. അപ്പം നമ്മൾ ഇത്രയും നേരം മഹാജനപദങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. അപ്പം നമുക്ക് മഹാജനപദത്തെക്കുറിച്ച് എങ്ങനെയൊന്ന് സംഗ്രഹിച്ച് പറയാനായിട്ട് സാധിക്കും? കൃഷിയുടെ വികാസത്തോടെ ആര്യന്മാർ നിശ്ചിത സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുവാൻ തുടങ്ങി. ജനങ്ങൾ അല്ലെങ്കിൽ ഗോത്രങ്ങൾ അവരുടെ പാദമൂന്നിയ സ്ഥലം ജനപദം എന്നറിയപ്പെട്ടു. ഇത്തരത്തിൽ ജനപദങ്ങൾ കൂടിച്ചേർന്ന് മഹാജനപദങ്ങളായി മാറുകയും ചെയ്തു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ 16 മഹാജനപദങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായത് മഗധയായിരുന്നു. അത്തരത്തിൽ ഏറ്റവും ശക്തമായി മാറുവാൻ മഗധയെ ചില ഘടകങ്ങൾ സഹായിക്കുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത തന്നെയായിരുന്നു. ഇനി നമുക്ക് ഒന്ന് വിലയിരുത്തിയാലോ, നമ്മൾ ഇത്രയും നേരം മഹാജനപദങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്തൊക്കെയാണെന്ന്. എന്താണ് മഹാജനപദങ്ങൾ? ജനങ്ങളുടെ പാദമൂന്നിയ ജനപദങ്ങൾ എന്ന പ്രദേശം കൂടിച്ചേർന്നാണ് മഹാജനപദങ്ങൾ ഉണ്ടായത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എത്ര മഹാജനപദങ്ങൾ നിലനിന്നിരുന്നു? 16 മഹാജനപദങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്നത്. മഹാജനപദങ്ങളിൽ നിലനിന്നിരുന്ന ഭരണരീതികൾ ഏതെല്ലാമാണ്? പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഭരണ വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. ഒന്ന് രാജഭരണം, 2 ഗണസംഘ ഭരണം. അടുത്ത ചോദ്യം നോക്കിക്കേ, ഗണസംഘ ഭരണം എന്നാൽ എന്ത്? ഗണസംഘ ഭരണം എന്നാൽ ഗോത്രത്തലവന്മാരുടെ സംഘമാണ്. മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായ മഹാജനപദം ഏതാണ്? അത് മഗധയായിരുന്നു. മഗധയെ ശക്തമായ മഹാജനപദമാക്കി മാറ്റിയ ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷത, മറ്റു ഘടകങ്ങൾ ഗംഗാ നദിയുടെയും പോഷക നദിയുടെയും സാന്നിധ്യം, ഇരുമ്പയിരിന്റെ സാന്നിധ്യം, നദീജല ഗതാഗതം, കാർഷിക വാണിജ്യ പുരോഗതി, ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ, ഇവയെല്ലാമാണ്. അപ്പം നമ്മൾ മഹാജനപദങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. മഹാജനപദങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.